ഇന്നൊരു വെള്ളിയാഴ്ച ദിവസമാണ്. ഞാൻ ഇന്നലെ കരുതുന്നുണ്ട് നാളെങ്കിൽ നേരത്തെ പള്ളിയൊക്കെ പോകണമെന്ന്. എന്തായാലും ഞാൻ മാറ്റി ഒരുങ്ങി വരുമ്പോഴത്തെ എങ്ങനെയായാലും നേരം വൈകും. ഒന്നാമത് നീച്ചാൽ നേരം വൈകിട്ടാണ്. അത് ഇനി പറഞ്ഞിട്ട് കാര്യമില്ല. അടുത്ത വെള്ളിയാഴ്ച നമുക്ക് നേരത്തെ ഇറങ്ങാൻ നോക്കണം. ഇനിയിപ്പോൾ എന്തായാലും നടന്ന് പള്ളിയൊക്കെ എത്തുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അതുകൊണ്ട് വണ്ടിമേ തന്നെ പോകണം. ആദ്യത്തെ അടിക്ക് തന്നെ വണ്ടി സ്റ്റാർട്ടായി. സാധാരണ അങ്ങനെ വരാത്താണ്. ഇങ്ങനെ പള്ളിയൊക്കെ കഴിഞ്ഞാൽ നേരെ ഫുഡ് കഴിക്കാനാണ് ഇരുന്നത്. ഇനി നമുക്ക് പോകാനുള്ള ക്ലാസ്സിനാണ്. ചെങ്ങായിന്റെ പേരിൽ പോയി ഓനെ പിക്ക് ചെയ്തിട്ട് വേണം നമുക്ക് ക്ലാസ്സിന് പോകാൻ. ഇത് ചെങ്ങായിന്റെ കാക്കയാണ്. ഉസ്താദാണ്. കണ്ടാ പോരോ. വീഡിയോ എടുക്കണ്ടാണ്ട് വേഗം ഉള്ളിൽ കണ്ട് പോകാൻ. ഉസ്താദ് കണ്ട സീനാണല്ലോ. അങ്ങനെ ഓന്റെ ചെറിയ അഞ്ചനെ ഇറങ്ങി. ഇപ്പം പരീക്ഷക്ക് പോണ ടെൻഷൻ ഉണ്ടാവാം. ഇന്നെ സ്കൂൾക്കാക്കി തരുമോന്ന് ചോദിച്ചോണ്ട് പകരം പെരീക്കാക്കി തരുമെന്ന് ചോദിച്ചു. ഓന്റെ വാപ്പ ഇന്ന് ലാൻഡ് ചെയ്ത് നാട്ടില്. അപ്പൊ കുനാഫ ചോക്ലേറ്റ് തുടങ്ങിനു. അതും പള്ളിയിലാക്കിയാണ് നേരെ ക്ലാസ്സിനാണ് പോയി. സേറ് തന്ന വർക്കും ചെയ്തുകൊണ്ട് അവിടെ ഇങ്ങനെ കുത്തർന്ന് വർക്കുകളൊക്കെ കഴിഞ്ഞിന്റെ ഷിങ്ക് ഭയങ്കര ബോറടി. എന്തായാലും ക്ലാസ്സിന്റെ അപ്പുറത്ത് ഒരു ക്യാൻറ്റീൻ ഉണ്ട്. അവിടെ പോയി ചായ അടിച്ചാന്ന് വിചാരിച്ചപ്പോ ചെക്കനെ വിളിച്ചാൻ പോയപ്പോ ഭയങ്കര പണിയിലാണ്. നോക്കുമ്പോ എന്താ ചിത്രം വരച്ച് കളിച്ചാണ് ചെക്കന്. ഇനിയിപ്പോ നമ്മൾ സുയിപ്പാക്കണില്ല. അങ്ങനെ ഇന്നത്തെ ക്ലാസ് കൊണ്ട് കഴിഞ്ഞു. സാധാരണ പോണ റോട്ടിനല്ല ഇന്ന് പോയത്. അതുകൊണ്ട് ഇന്ന് ഭയങ്കര ബ്ലോക്ക്. അതിന്റെ അടിയിൽ ഒരു സംഭവം നടന്നു. ഇതാണ് കവി മിസ്റ്റർ കോയാജി. കോയാജി എന്ന് കേട്ടാണ് ഗാന്ധിജിന്റെ ആരാന്ന് നിങ്ങൾ വിചാരിക്കണ്ട. പേര് ഞാൻ ഇട്ട പേരാണ് ഇപ്പൊ അത്. അങ്ങനെ നമ്മള് പോലീസുകാർ റോട്ടിനാണ് പറഞ്ഞേച്ചു. എങ്ങനെയൊക്കെ എത്തിപ്പെട്ടത് നേരെ ഓഫീസിൽ സിസ്റ്റം ഓൺ ആക്കിയാണ്ട് നിങ്ങൾക്ക് കാണിച്ചു തരാനുള്ള ഭാഗ്യങ്ങളൊക്കെ വീഡിയോ എടുത്ത് വെച്ചാണ്ട് നമ്മൾ നേരെ പണിക്കേണ്ടിയിരുന്നു. എന്തായാലും വീഡിയോ എടുക്കൽ മാത്രമാക്കി എടുക്കാൻ പറ്റില്ല. നമുക്ക് അതിന്റെ കൂടെ പണിയെടുക്കണം. അല്ലെങ്കിൽ മുതലാളി പിടിച്ച് പുറത്തേക്ക് കണ്ടിടും. അതുകൊണ്ട് പണി അവിടെ നടക്കട്ടെ. ഇയാളുടെ വർക്കൊക്കെ നിർത്താണ്ട് ഓഫീസ് പൂട്ടിയാണ്ട് പോകുന്നു. പോയതിന്റെ ഇടി ഇമ്മ പറഞ്ഞു രാത്രിയൊക്കെ എന്തെങ്കിലും മേടിച്ചു അല്ലെങ്കിൽ ഇവിടെ പട്ടിണിയാണ് എടുക്കേണ്ടി വരും. ഇന്റെ ഉമ്മ ആയതുകൊണ്ടും പട്ടിണി എടുക്കാൻ വയ്യാത്തത് കൊണ്ടും നമ്മൾ സാധനം മേടിച്ചാണ്ട് പെരീക്കാണ്ട് പോകുന്നു. ഇനി തിന്നിട്ടാവും ബാക്കിയൊക്കെ. എന്നാ ഓക്കെ.